Dear students, in the quadratic equation and chapter, boat in the question and a motorboat whose speed is 24 km per hour in still water takes 1 hour more to go 32 km upstream than to return downstream to the same spot. Find the speed of the stream. This boat in the question linear equation find the speed of the stream variable speed of boat linear equation speed of boat x speed of stream y x y find the speed of the stream അതുപോലെ അതിൽ രണ്ട് കണ്ടീഷൻ ഉണ്ടാവും ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? സ്പീഡ് ഓഫ് ബോട്ട് അതിൽ നമ്മൾ എക്സ് ആയിട്ട് അതായിരുന്നു എടുക്കല്. സ്പീഡ് ഓഫ് ബോട്ട് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 24 km/h ആണ് സ്പീഡ് ഓഫ് ബോട്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് സ്ട്രീം ആണ്. ലെറ്റ് ദ സ്പീഡ് ഓഫ് സ്ട്രീം നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. സ്പീഡ് ഓഫ് സ്ട്രീം ബി x km/h ആണ്. അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 32 km. അപ്സ്ട്രീമിലേക്കും ഡൗൺ സ്ട്രീമിലേക്കും ഉള്ള ഡിസ്റ്റൻസ് 32 തന്നെ. അതിന് എടുത്ത് ഇവിടെ നമുക്ക് ടൈം ആണ് തന്നിട്ടുള്ളത്. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോ ഇവിടെ അപ്സ്ട്രീമിലേക്ക് പോവാൻ ഡൗൺ സ്ട്രീമിനേക്കാൾ 1 hour കൂടുതൽ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ടൈം ഡിഫറൻസ് ആണ് 1 hour. അപ്സ്ട്രീമിലേക്ക് പോവാനാണ് 1 മണിക്കൂർ കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോ നമുക്ക് എങ്ങനെ എഴുതാം? അപ്സ്ട്രീം സ്പീഡ് ഓഫ് അപ്സ്ട്രീം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പീഡ് ഓഫ് അപ്സ്ട്രീം എന്താണ്? അതില് എക്സ് മൈനസ് വൈ ആയിരുന്നു. കാരണം ബോട്ട് പോകുന്നത് അതുപോലെ സ്ട്രീമിന്റെ ഒഴുക്കും നേരെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് എക്സ് മൈനസ് വൈ സ്പീഡ് കുറയും, ബോട്ടിന്റെ സ്പീഡ് കുറയും. അപ്പോൾ സ്പീഡ് ഓഫ് അപ്സ്ട്രീം എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആയിരുന്നു. ഇവിടെ എക്സിന് നമുക്ക് സ്പീഡ് ഓഫ് ബോട്ട് എത്രയാണ്? 24. അതുപോലെ സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 24 സ്പീഡ് ഓഫ് ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് സ്ട്രീം ആണ് സ്പീഡ് ഓഫ് അപ്സ്ട്രീം എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് പ്ലസ് വരും. ഇത് ഓർമ്മിച്ചാൽ മതി. സ്പീഡ് ഓഫ് അപ്സ്ട്രീം 24 മൈനസ് എക്സും സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ 24 എക്സും ആണ്. 24 പ്ലസ് എക്സും ആണ്. ഇവിടെ അപ്സ്ട്രീമിലേക്ക് പോകാനാണ് 1 hour കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം? ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 32 ബൈ 24 മൈനസ് എക്സ് മൈനസ് 32 ബൈ 24 പ്ലസ് എക്സ് ഈക്വൽ ടു 1. ടൈം ഡിഫറൻസ് അതായത് അപ്സ്ട്രീമിലേക്ക് 1 മണിക്കൂർ കൂടുതൽ എടുക്കുന്നു. അപ്പോൾ ഇത് ഡൗൺ സ്ട്രീമിന്റെ ടൈം. അപ്പൊ അതിന്റെ രണ്ടിന്റെ ടൈം ഡിഫറൻസ് 1 hour. ഇനി എന്ത് ചെയ്യാം? ഇതിന് LCM എടുക്കണം. നമുക്ക് വേണമെങ്കിൽ 32 ഇങ്ങനെ കോമൺ ആയിട്ട് എടുക്കാം. കാരണം രണ്ടിലും 32 ഉള്ളത് കൊണ്ട് അതിനെ കോമൺ ആയിട്ട് എടുത്തു. ഡിനോമിനേറ്ററിൽ 24 മൈനസ് എക്സ് ഇൻറ്റു 24 പ്ലസ് എക്സ്. ഇവിടെ ഇനി എന്ത് ചെയ്യാം? ഇവിടെ 1 ആണെന്നുള്ളത്. അപ്പൊ 24 ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 24 പ്ലസ് എക്സ് ഇവിടെ മൈനസ്, ഈ മൈനസ് അതേപോലെ ഇവിടെ 24 മൈനസ് എക്സ് ഈക്വൽ ടു 1. ഇനി ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കണം. അപ്പൊ എങ്ങനെ ഷോർട്ട് ആക്കാം? ഇനിയാണുള്ളത് 32 ഇൻറ്റു ഇവിടെ 24 പ്ലസ് എക്സ് മൈനസ് 24 മൈനസ് ഓഫ് മൈനസ് പ്ലസ് എക്സ് ആയി ഡിവൈഡ് ബൈ ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 24 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1. ഇനി എന്ത് ചെയ്യുക? ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 24 24 ക്യാൻസൽ ആയി പോകും. 32 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x ഈക്വൽ ടു 24 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. 24 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 576 മൈനസ് എക്സ് സ്ക്വയർ 1 കൊണ്ടാണല്ലോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇവിടെ 64x. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 64x മൈനസ് 576 ഈക്വൽ ടു 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം വെച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ അത് അറിയുന്നില്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യുക. അതായത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇവിടെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ
നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അതായത് പ്രോഡക്റ്റ് നമുക്ക് -576 ആണ് കിട്ടേണ്ടത്, സമ്മ് 64 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ സമ്മ് 64 ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ നെഗറ്റീവ് സൈൻ ആണുള്ളത്. അപ്പോൾ ഒരു നമ്പർ പോസിറ്റീവ് ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് ആണ് 64 കിട്ടേണ്ടത്. അപ്പൊ ഒന്നിങ്ങനെ ചെയ്ത് നോക്കാം. 8 8 2 1 4 4 2 7 2. അപ്പോൾ 72 × 8 72 ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും നമുക്ക് 576 ആണ് കിട്ടുക. 72 × 8 എന്ന് പറയുന്നത് 576 ആണ്. 72 നിന്ന് 8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 64 ആണ് വരുന്നത്. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി x² + 72x - 8x - 576 = 0. അപ്പൊ x × x + 72 - 8 × x + 72 = 0. x + 72 × x - 8 = 0. അപ്പോൾ x + 72 = 0, x -72 ആണ് വരിക. നമുക്ക് മൈനസ് വാല്യൂ എടുക്കാൻ കഴിയില്ല, കാരണം നമ്മൾ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. x - 8 = 0, x 8. അപ്പോൾ സ്പീഡ് ഓഫ് സ്ട്രീം ആണ് നമ്മൾ x ആയിട്ട് എടുത്തിട്ടുള്ള. സ്പീഡ് ഓഫ് സ്ട്രീം = 8 km/h. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ വേറൊരു ടൈപ്പും കൂടിയുണ്ട്, അതെന്താണെന്നുള്ളത് നോക്കാം. Question പറഞ്ഞാൽ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 15 km/h. It goes 30 km upstream and return back at the same point in 4 hours 30 minutes. ഇവിടെ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം. നേരത്തെ ഉള്ള ക്വസ്റ്റ്യനിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും കൂടി എടുത്തിട്ടുള്ള ടൈം, അതായത് അപ് സ്ട്രീമിലേക്ക് പോയി തിരിച്ച് ഡൗൺ സ്ട്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടൈമാണ് 4 hours 30 minutes. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. നേരത്തെ നമുക്ക് അവർ ടൈം ഡിഫറൻസ് ആയിരുന്നു 1 hour. അപ് സ്ട്രീമിലേക്ക് പോകാൻ 1 മണിക്കൂർ കൂടുതൽ എടുത്തു ഡൗൺ സ്ട്രീമിനേക്കാൾ. ഇവിടെ പറയുന്നത് ഇറ്റ് ഗോസ് 30 km upstream and returns back at the same point in 4 hours. രണ്ടിനും കൂടി എടുത്ത ടൈമാണ് 4 hours 30 minutes. അപ്പൊ നമുക്ക് നടുവിൽ പ്ലസ് ആണ് ഉണ്ടാവുക. നേരത്തെ ഡിഫറൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരുന്നു വന്നത്. ബാക്കിയുള്ള സ്റ്റെപ്പ് എല്ലാം അതേപോലെ തന്നെ. അപ്പോ ലെറ്റ് ദ സ്പീഡ് ഓഫ് സ്ട്രീം ബി x km/h. സ്പീഡ് ഓഫ് ബോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ബോട്ട് = എത്രയാണ്? 15 km/h. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 km ആണ്. അപ്പോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരിക? ടൈം എന്ന് പറയുന്നത് 30, അതായത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ അതും ശ്രദ്ധിക്കണം. അതായത് 4 hour 30 minutes ഉണ്ട്. അതിനെ ഫുള്ള് വേഴ്സിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. അപ്പോ 30 ആദ്യത്തതില് നമുക്ക് സ്പീഡ് ഓഫ് അപ്സ്ട്രീം എത്രയാണ്? അപ്സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയാണ്? 30 അല്ല 15. 15 - x ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് 15 + x ആണ്. നമ്മൾ നേരത്തെ എഴുതിയുള്ള സ്പീഡ് ഓഫ് അപ്സ്ട്രീം എന്ന് പറയുന്നത് 50. സ്പീഡ് ഓഫ് ബോട്ട് എത്രയാണ്? 15. സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ 15 - x. ഡൗൺ സ്ട്രീം സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ബോട്ട് 15 ആണ്, സ്പീഡ് ഓഫ് സ്ട്രീം x ആണ്. അപ്പൊ അതിന് രണ്ടും കൂടി പ്ലസ് ചെയ്യുക, 15 + x. ഇവിടെ അപ്സ്ട്രീമിലേക്ക് പോകാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 30. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 15 - x പ്ലസ് 30 / 15 + x. ഡൗൺ സ്ട്രീമിലേക്ക് പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് 15 + x ആണ്. അതിനെടുത്തിട്ടുള്ള ടൈം, രണ്ടിനും കൂടി എടുത്തിട്ടുള്ള ടൈമാണ് 4 hour 30 minutes. 30 minutes എന്ന് പറയുന്നത് 30/60. അതിനെ അവേഴ്സിലേക്ക് മാറ്റി. അപ്പൊ ഇവിടെ 4 + 1/2, അതായത് 0 0 ക്യാൻസൽ ആയി 3 1/2 ആയി. അപ്പൊ എത്രയാണ് നമുക്ക് വരുന്നത്? 9/2. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 30 ഇങ്ങനെ കോമൺ ആയിട്ട് എടുക്കാം. അതിനുശേഷം LCM, കാരണം രണ്ടിലും 30 ഉള്ളത് കൊണ്ട് അത് പിന്നെ ഉള്ളിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണ്ട, അപ്പൊ ഇങ്ങനെ എടുക്കാം. അപ്പോൾ 15 - x 15 + x ആണ് LCM ആയിട്ട് വരുന്നത്. 15 - x × 15 + x. ഇവിടെ 30 പുറത്തേക്ക് വരുമ്പോൾ 1 ആണ് ഉണ്ടാകുക. അപ്പൊ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 + x ഇവിടെ 15 - x = 9/2. ഇനി ഈ 30 നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വരെ ഇപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ടും എഴുതാം.
അതുപോലെ ഇവിടെ എക്സ് എക്സ് ക്യാൻസൽ ആയി. 15 പ്ലസ് 15 എന്ന് പറയുന്നത് 30 ആണ്. ഡിവൈഡ് ബൈ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. 15 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 9/2. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇൻറ്റു 30, അതായത് ഇത് 30, ഇവിടെ ഒരു 30 ഉണ്ട്. അപ്പോൾ 30 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 15 മൈനസ് എക്സ് ഇൻറ്റു 15 പ്ലസ് എക്സ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് 15 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഇതിനെ ഷോർട്ട് ആക്കണം. 30 ഇൻറ്റു 30 എന്ന് പറയുന്നത് 900 ഇൻറ്റു 2 ഈക്വൽ ടു, ഇവിടെ നമുക്ക് അതായത് ഇതിനെ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. 9 ഇൻറ്റു 225 മൈനസ് എക്സ് സ്ക്വയർ ആണുള്ളത്. അതായത് ഈ 9 ഡിവൈഡ് ആവുമ്പോൾ ഇവിടെ 900 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു 225 മൈനസ് എക്സ് സ്ക്വയർ. ഷോർട്ടാക്കിയാൽ നമുക്ക് കുറച്ചും കൂടി 200 ഇവിടെ 200 ഈക്വൽ ടു 225 മൈനസ് എക്സ് സ്ക്വയർ. എക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ എക്സ് സ്ക്വയർ ഇങ്ങോട്ടേക്ക് കൊണ്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു 225 മൈനസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു √25, അതായത് പ്ലസ് ഓർ മൈനസ് 5 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്ലസ് വാല്യൂ മാത്രം എടുക്കുക. therefore സ്പീഡ് ഓഫ് സ്ട്രീം = 5 km/h. ഇത് ഇങ്ങനെ ലാസ്റ്റ് എഴുതാൻ മറന്നു പോയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.